ആ കോളനിയിലേക്ക് പക്ഷികളോ മൃഗങ്ങളോ പോലും പ്രവേശിക്കാറില്ല. അവിടെ ഉണ്ടായിരുന്ന പലർക്കും പല അനുഭവങ്ങളും നേരിടേണ്ടി വന്നു. അവിടെ കാവൽക്കാരനായെത്തിയ സെക്യൂരിറ്റിയെ പിറ്റേന്ന് കണ്ടെത്തിയത് മരിച്ച നിലയിലാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 19-ാം നൂറ്റാണ്ടിലെ വളരെ സമ്പന്നനായ ഒരു പോർച്ചുഗീസ് വ്യാപാരിയായിരുന്നു ജോൺ ഡെ മോണ്ടെ. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം വളരെ ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മാനസിക രോഗി, ആകെ ഉണ്ടായിരുന്നത് ഒരു മകനുമാണ്. എന്നാൽ കാലങ്ങൾ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുകയാണ്. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ജർമ്മനിയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. 1821 മോണ്ടെയും അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വ സ്വത്തുക്കളും സമ്പത്തും എല്ലാം തന്നെ അനാഥർക്കും പള്ളികൾക്കുമായി നീക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ അവിടെ 10 വീടുകൾ ചേർന്ന് ഒരു കോളനി രൂപപ്പെടുകയാണ്. എന്നാൽ അവിടെ താമസിക്കാൻ വന്നവർക്കൊന്നും അത്ര നല്ല അനുഭവമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. പലരും പലപ്പോഴായി പല അപശബ്ദങ്ങളും ആൾക്കാരുടെ നിലവിളികളും അവിടുന്ന് കേൾക്കാൻ തുടങ്ങി. ആദ്യമാരും ഇത് അത്ര വലിയ കാര്യമാക്കിയില്ലെങ്കിലും കോളനിയിൽ താമസിക്കുന്ന ആളുകൾ, അവരിൽ ചിലരൊക്കെ ആ കോട്ടയുടെ ഉമ്മർത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ആ കോളനിയിലേക്ക് ഒരു പക്ഷികളോ മൃഗങ്ങളോ പോലും പ്രവേശിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ അവിടുത്തെ അന്തരീക്ഷം ആകെ മാറ്റിമറിച്ചു. ആളുകൾ ഇതിനെ ജോൺ ഡെ മോണ്ടെയുടെ പ്രേതാത്മാവാണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ പല കഥകളും അവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. പലരും പലപ്പോഴായി ആളില്ലാത്ത കോട്ടയുടെ വാതിലുകളും ജനലുകളും രാത്രി തുറക്കുകയും അടയുകയും ആ കോട്ടയ്ക്കകത്ത് ആരോ കനത്ത ബൂട്ട്സ് ഇട്ട് നടക്കുന്ന കാലൊച്ചകളും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഭയന്ന കോളനിക്കാർ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വെക്കുകയാണ്. എന്നാൽ ആ സെക്യൂരിറ്റി ഗാർഡിനെ പിറ്റേന്ന് കണ്ടെത്തിയത് പേടിച്ചു മരിച്ച നിലയിലായിരുന്നു. നിരന്തരമായ ദുരനുഭവങ്ങളും പേടി സ്വപ്നങ്ങളും കാരണം ആ കോളനിയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ്. ഇതെല്ലാം ജോൺ ഡെ മോണ്ടെയുടെ പ്രേതാത്മാവാണെന്നാണ് ഇന്നും ആൾക്കാർ വിശ്വസിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കെയാണ് 2015 ഡെ മോണ്ടെ എന്ന പേരിൽ ഇതിനെ ആസ്പദമാക്കി ഒരു തമിഴ് സിനിമ പുറത്തിറങ്ങുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന 10 വീടുകളും നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ഇന്നും ചെന്നൈയിലെ ആളുകൾക്ക് അതുവഴി രാത്രി യാത്ര ചെയ്യാൻ പേടിയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണെങ്കിലും അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക.